ഈ കഴുകന്റെ കണ്ണിന്റെ ശക്തി പറഞ്ഞല്ലോ, എത്രത്തോളം ഹൈറ്റുള്ള ഇത് പറക്കുക? ഇപ്പോൾ എവറസ്റ്റിനേക്കാൾ മേലെ എന്നൊക്കെയുള്ള കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു വിഹഗവീക്ഷണം. കഴുകൻ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷിയാ. അത് അത്ര ഉയരത്തിൽ എങ്ങനെ പറന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. അത് കഴുകൻ എല്ലാ വിധത്തിലും നോക്കിയാലും നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. ഇത് ഇപ്പൊ ഈ മഴ ഇങ്ങനെ പെയ്യാം, മേഘങ്ങള് നിന്ന് മഴ പെയ്യുന്ന സമയത്ത് കഴുകൻ മഴ നനയുണ്ടാന്ന് തോന്നി വേണേൽ അതിന് മുകളിൽ പോയി പറന്ന് നിൽക്കാനുള്ള സാധ്യത, അതിന് മുകളിൽ പറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പറക്കുന്നതിൽ ഒരു ഭയങ്കരമായ അത്ഭുതം. എന്നാൽ എനർജി ചെലവില്ലാതെ പറക്കുകയും ചെയ്യാം. അങ്ങനെ പൊന്തി പോകാൻ കഴിയുന്ന അത്രയും ദൂരത്തിൽ നിന്നിട്ട് ഇതിനെ കാണാൻ കഴിയും. പിന്നെ ഈ ചലനങ്ങളില്, കഴുകന്റെ ചലനങ്ങള്, ഒരു സ്ഥലത്ത് ഒരു ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഴുകൻ ഒന്ന് കറങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന എത്രയോ ദൂരെയുള്ള കഴുകന് ഈ ചലനം നോക്കിയിട്ട് ഇന്ന സ്ഥലത്ത് ഒരു ഇത് ചത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് സമയം കൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കഴുകന്മാർ അവിടേക്ക് എത്തും. കുറച്ച് സമയം കൊണ്ട് അതിന് മുകളിൽ കഴുകന്മാർ വന്നെന്നറിയും. അപ്പൊ ആ ചലനങ്ങൾ നിരീക്ഷിക്കാനും ഈ ഒക്കെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും ഇവർ നീണ്ട കാലങ്ങളായിട്ട് ഇത് തന്നെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഇന്നതിനുള്ള ചലനമാണെന്നാലും അവർക്ക് മനസ്സിലാവും. അവർക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മതിയല്ലോ, ആ കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. എന്നാലാണല്ലോ വന്യതയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. കാഴ്ചന്റെ ഒരു ഏരിയ എങ്ങനെയാ? എത്ര 360 കാണുമോ? ഈ പക്ഷികളുടെ ഒക്കെ കാഴ്ച 360 ഇല്ല. അതായത് രണ്ട് വശത്തുമാണ് കണ്ണുകളുള്ളത്. ഈ മൂങ്ങവർഗ്ഗങ്ങൾക്ക് മാത്രം മുന്നിലേക്ക് കണ്ണുകളായതുകൊണ്ട് അവർക്ക് നേരെ മുന്നോട്ട് നമ്മളുടെ കാഴ്ച പോലെ ആണ്. നമുക്കാണെങ്കിൽ പോലും ഇത്രയും ഒക്കെ കാണാലോ, ഒരു ഇവിടെ നമ്മുടെ പെരിഫറൽ ഇങ്ങനെ നമുക്ക് കാണാം. അവർക്ക് ഈ രണ്ട് വശത്തും ആയതുകൊണ്ട് എല്ലാ വശത്തും കാണാം. പുറകിൽ നിന്ന് പോലും എന്തെങ്കിലും വന്നതിന് കാണാവുന്ന വിധത്തില്ല ഇത്. പക്ഷെ ഈ പരുന്തുകൾക്കും ഇവർക്കൊക്കെ പിന്നെ കണ്ണുകൾ വളരെ വലുതാ, നല്ല വലിപ്പമുണ്ട്. ഇപ്പം ഒരു സാധാരണ പരുന്തിന്റെ കണ്ണിന് നമ്മുടെ കണ്ണിന്റെ വലിപ്പം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ബൈനോക്കുലർ വെച്ചിട്ട് പക്ഷിനെ നോക്കുക, അപ്പോൾ നമ്മൾ വളരെ വിഷമിച്ചിട്ട് ഏത് പക്ഷിയാന്നൊക്കെ മനസ്സിലാക്കുന്നത്. അവർക്ക് മുകളിൽ നിന്ന് നമ്മുടെ കണ്ണുകളിലുള്ള ഭാവം പോലും മനസ്സിലാവും. അത്രയും ഇതിന്റെ ആവശ്യമില്ല, അങ്ങനെ കാണാൻ കഴിയും. ഇവിടെ ഈ കാഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് സിരിയൂർ എന്ന് പറഞ്ഞൊരു ഒരു കഴുകന്മാരെ കൊടുക്കുന്ന ഒരു കോളനി ഉണ്ട്. അപ്പോൾ അതിനടുത്തൊരു സ്ഥലത്ത് താമസിച്ചിട്ട് രാവിലെകളിൽ പോവുകയും നിരീക്ഷിക്കുകയും ചെയ്യുക, ഇതായിരുന്നു പഠനത്തിൻ്റെ ഒരു രീതി. അപ്പം എൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഫീൽഡിൽ വരുന്ന ഒരു ചേട്ടനുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ പോയ ദിവസം ഞാൻ ബസ്വൻ എന്നാണ് പേര്, പുള്ളി മരിച്ചുപോയി. നന്നായിട്ട് കാടറിയുന്ന ഒരു ഇരുള വിഭാഗത്തിൽപ്പെട്ടൊരു ആളാണ്. കാട് നന്നായിട്ട് അറിയാം, എൻ്റെ മർമ്മം അറിയാം. അപ്പോൾ ഞാൻ ആണ് അന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാനാണ് ആ കോളനിയിലേക്ക് ആദ്യം പോകുന്നത്, നടന്നു പോവാണ്. ആ കൂട്ടിലുള്ള ആ പ്രദേശത്തുള്ള ആ കോളനിയിലുള്ള മിക്കവാറും കൂട്ടിലുള്ള എല്ലാ കഴുകന്മാരും ഡിസ്റ്റർബ്ഡായി പറന്നു പോവുകയൊക്കെ ചെയ്തു എന്നെ കാണുന്ന സമയത്ത്, പേഴ്സൺ എന്നുള്ള രീതിയിൽ. പിന്നീട് അപ്പൊ ബസ്വൻ എന്ന് പറഞ്ഞ ചേട്ടൻ എന്നോട് പറഞ്ഞു, നിന്നെ പരിചയമില്ലാത്തതുകൊണ്ടാണ്, കഴുകന്മാർക്ക് പരിചയം വേണമല്ലോ. അപ്പൊ പുള്ളിയാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല, പരിചയമാണ്. എന്താ വെച്ചാൽ പുള്ളിക്കാരന്റെ വീട് ആ കോളനിയുടെ തൊട്ട് അരികില. അപ്പൊ ഉണ്ടാവും. അതായത് പിന്നെ അറിയില്ല, അങ്ങനെ ഇൻഡിവിജ്വൽസ് തിരിച്ചറിയൊന്നും അറിയില്ല. ബട്ട് എങ്കിലും ഈ ബസ് ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ബസ്വനേട്ടനാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പല തവണ പോവുകയും പിന്നെ പോകുന്ന സമയത്തൊക്കെ പുള്ളിക്കാരൻ്റെ കൂടെ മാത്രമേ അതിനോട് ചേർന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ദൂരെ നിന്ന് കാണുകയും ചിലപ്പോൾ പേഴ്സൺ എന്നുള്ള തരത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള കഴുകന്മാര് പരുന്തുകളിൽ നിന്ന് കൂടി പരിണമിച്ച ഒരു ചരിത്രം പറഞ്ഞല്ലോ, അത് തമ്മിലുള്ള ബന്ധവും പരിണാമം ഒക്കെ എങ്ങനെയാണ്? കഴുകന്മാര് അല്ലെങ്കിൽ പക്ഷികൾ പരിണമിച്ചുണ്ടാവുന്നത് മീസോസോയിക് ഇറയിൽ ജുറാസിക് പീരീഡിലാണ് പക്ഷികൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ തന്നെ ക്രിട്ടേഷ്യസ് പീരീഡൊക്കെ ആവുന്ന സമയത്ത് റെപ്റ്റൈൽസ് ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ജനോസറുകളും അവരൊക്കെ നശിച്ചു പോയിട്ട് പിന്നെ സീനോസോയിക് ഇറയാണ് ശരിക്കും മാമൽസ് ഇവോൾവ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാലം. ആ കാലത്താണ് ശരിക്കും കഴുകന്മാർ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത്. ഇപ്പോൾ യോസിൻ, ഒലിഗോസിൻ എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മാമൽസിന്റെ പ്രതാപകാലം. അവർ റെപ്റ്റൈൽസ് ഇല്ലാത്തൊരു കാലത്ത്, അന്ന് റെപ്റ്റൈൽസ് ഒക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് അവർ രാത്രിഞ്ചന്മാരോ ഗുഹകളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ പൊത്തുകളിൽ താമസിക്കുന്നവരോ ഒക്കെ ആയിരുന്നു. അപ്പം അതിൽ നിന്ന് പുറത്തു വന്ന് അവർ ഇവോൾവ് ചെയ്തിട്ട് മാമൽസിന്റെ കാലമാണ് ഈ സിനോസോയിക് ഇറ എന്ന് പറയുന്നത്. ആ കാലത്താണ് അതിൽ യോസിൻ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്താണ് വലിയ ലാർജ് മാമൽസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ലാർജ് മാമൽസിന്റെ കാക്കസുകൾ സ്വാഭാവികമായിട്ടും ഒരു നിഷാണ്, ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സാണ്. അതാണ് കഴുകന്മാര് ഇവോൾവ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്, ഒരു റീസൺ. ബോത്ത് ന്യൂ വേൾഡ് ആൻഡ് ഓൾഡ് വേൾഡ്, രണ്ട് സ്ഥലങ്ങളിലും. അത് ഒരേ കാലഘട്ടം തന്നെയാണോ? ന്യൂ വേൾഡിലും ഓൾഡ് വേൾഡിലും ഒരേ കാലഘട്ടത്തിലാണ് ഏതാണ്ട്? ആണ്. അത് മാത്രമല്ല
ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ന്യൂ വേൾഡിലുള്ള കഴുകന്മാരുടെ ഫോസിലുകൾ ഓൾഡ് വേൾഡിൽ നിന്നും തിരിച്ചും കിട്ടിയിട്ടുണ്ട്. ഓ അത് ശരി. അപ്പോൾ അത് മൈഗ്രേഷൻ കാരണമായിരിക്കോ? മൈഗ്രേഷൻ അത് സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് മുഴുവൻ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് ഇവരുടെ പൂർവികര്. ഇപ്പൊ പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർവികരെല്ലാം നശിച്ചുപോയിട്ട് അല്ലെങ്കിൽ ഇല്ലാതായി പോയിട്ട് ഇപ്പൊ ബാക്കി നിൽക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറിക്കകത്ത് മാത്രം. ന്യൂ വേൾഡിലുള്ള വൾച്ചേഴ്സ് ഈ സിക്കോണോഡി അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ നിന്ന് പരിണമിച്ച് വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അമേരിക്കൻ ന്യൂ വേൾഡിലും, ബാക്കി ഇപ്പോൾ ആക്സിപിറ്റഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ നിന്ന് ഇവോൾവ് വന്നിട്ടുള്ള ആളുകൾ ഓൾഡ് വേൾഡിലും അല്ലെങ്കിൽ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്ന് പറയുന്ന വൻകരകളിലും ആണ് നിൽക്കുന്നത്. അപ്പോൾ കഴുകന്മാരും ഇവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പരുന്തുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരുന്തുകൾ സ്വാഭാവികമായിട്ട് ഹണ്ടേഴ്സാണ്. അവർ ഹണ്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. പക്ഷെ കഴുകന്മാർ മുൻപ് ആ കാലത്ത് അവരുപയോഗിച്ച റിസോഴ്സ് എന്ന് പറയുന്നത് പിന്നെ വലിയ ചത്തുകിടക്കുന്ന വലിയ മൃഗങ്ങളുടെ ശവശരീരങ്ങൾ കഴിക്കാൻ വേണ്ടിയുള്ള അഡാപ്റ്റേഷൻസ് അവർക്ക് ഉണ്ടായി വന്നത്. ഇപ്പോൾ കഴുത്തിൽ തൂവലില്ലാത്ത കഴുത്ത്, തല ഒക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അവരുടെ ടലൂൺസ് അല്ലെങ്കിൽ കാലുകൾ ശവശരീരങ്ങൾ പിടിച്ചു വെക്കാനുള്ളതാണ്. അത് ഹോക്കിനെ പോലെ ഇങ്ങനെ ഹണ്ട് ചെയ്യുന്ന തരത്തിലുള്ളതല്ല, പിടിച്ചു വെച്ചിട്ട് എടുക്കാനുള്ള മാംസം കുത്തിയെടുക്കാനുള്ളതല്ല, അല്ല, പിടിച്ചു വയ്ക്കുക, നടക്കുക, പിടിച്ചു വയ്ക്കുക, സ്ട്രോങ് ആയിട്ട് പിടിച്ചു വയ്ക്കുക, പിന്നെ മാംസം എടുക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള വലിയ ബീക്കുകൾ, ഇത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ആണ് കഴുകന്മാർക്കുള്ളത്. ഒപ്പം തന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്ട്രോങ് സ്റ്റൊമക് ആസിഡുകളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ബാക്ടീരിയൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ദഹിപ്പിക്കാൻ പരുന്തുകൾക്കും അത്തരത്തിലുണ്ട്. ഇപ്പോൾ പരുന്തുകളുടെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ലാമർ ഗിയറിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ലാമർ ഗിയർ ബോൺ കഴിക്കും, ബോൺ കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യും, എന്നിട്ട് ബോൺ മാരോ ഒക്കെ ഡൈജസ്റ്റ് ചെയ്യും. പരുന്തുകളിൽ ചില പരുന്തുകൾ ഇപ്പോൾ ഹരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും പരുന്തുകളൊക്കെ ഇപ്പോൾ ഒരു ബോൺ ഉള്ള ഒരു എലിയെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ദഹിക്കല്ല ചെയ്യുക, അതിനെ പെല്ലറ്റായിട്ട് പുറത്തേക്ക് കളയുക ബോണ്. അപ്പോൾ ചെറിയ ചെറിയ പെല്ലറ്റുകളായിട്ട് നമുക്ക് കിട്ടും, പുറത്തേക്ക് കളയും. ബാക്കി മാംസം റീഗർജിറ്റേറ്റ് ചെയ്യും. ചില പരുന്തുകൾ പക്ഷെ പക്ഷികളൊക്കെ ഹണ്ട് ചെയ്യുകയും കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കാടുകളിൽ സാധാരണ കാണാറുള്ള ഒരു ഇപ്പോൾ ക്രസ്റ്റഡ് സർപ്പൻറ്റികൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ പിന്നെ കിളികളെയോ അല്ലെങ്കിൽ റെപ്റ്റൈൽസിനെയോ പാമ്പുകളെയൊക്കെ സ്ഥിരമായിട്ട് പിടിക്കുകയും അതിനെ കഴിക്കുകയും ചെയ്യും. ഹണ്ടേഴ്സാണ്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വനയാത്രകൾ നടത്താറുള്ള ആളുകളാണല്ലോ, അത് ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റിൽ പറയാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് ഈ വനയാത്രകളിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പക്ഷികളുടെ നിരീക്ഷണമാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് പരുന്തുകളാണ്, കഴുകന്മാർ ഉൾപ്പെടുന്ന പരുന്തുകൾ. ഇതിന് പല കാരണങ്ങളുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, ഇവർ ഭക്ഷ്യപിരമിഡിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എണ്ണത്തിന് വളരെ കുറവായിരിക്കും. പിന്നെ പരുന്തുകളുടെ എണ്ണവും കുറവ് തന്നെയാണ്, പൊതുവെ കുറവായിരിക്കും. മറ്റു കിളികളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. പിന്നെ അവരെ തിരിച്ചറിയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പല പ്ലൂമേജുകളുണ്ടോ, ഇപ്പോൾ കഴുകന്മാരിലാണെങ്കിലും പരുന്തുകളിലാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഏജിലുള്ള അവരെ കളറുകൾ, ഇപ്പോൾ തൂവലുകളുടെ നിറങ്ങൾ, ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്തും ഒരു മിഡിൽ ഏജിലും അഡൾട്ട് ആയി കഴിഞ്ഞാൽ വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് അതൊരു നമുക്കൊരു ചലഞ്ചിങ് ആണ് ആൻഡ് എക്സൈറ്റിംഗ് ആണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കളർ കണ്ടു കഴിഞ്ഞാൽ ഏജ് നമുക്ക് മനസ്സിലാവോ? ചില സ്പീഷീസ് എല്ലാം നമുക്ക് അത്തരത്തിൽ മനസ്സിലാവും. ചിലതിന് അഡൽട്ട് തന്നെ ഡിഫറെന്റ് മോർഫുകളുണ്ട്. ഇപ്പോൾ ഒരു വർഷം ഞാനും അജേട്ടനും കൂടെ ഫീൽഡിൽ പോയ സമയത്ത് ഒരു ഹണി ബസാർഡ് എന്ന് പറഞ്ഞിട്ടൊരു പരുന്തുണ്ട്. അതിനൊരു 15-20ഓളം വ്യത്യസ്തമായിട്ടുള്ള മോർഫുകൾ നമ്മൾ കണ്ടു, കുട്ടികളും വലിയ അഡൾട്ടും ഒക്കെ ആയിട്ടുള്ള പരുന്തുകളിൽ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ പരുന്തുകൾ ഹണ്ട് ചെയ്യുന്ന ആളുകളാണ്, ഇവര് കംപ്ലീറ്റ്ലി ഒബ്ലിഗേറ്റ് സ്കാവഞ്ചേഴ്സ് എന്ന് പറയാം. അത് ഹണ്ട് ചെയ്യുകയില്ല. നിഷ്ഠാപൂർവം കരയിലുള്ള വെർട്ടിബ്രേറ്റ്സിൽ ഒബ്ലിഗേറ്റ് സ്കാവഞ്ചേഴ്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന കഴുകന്മാരെ മാത്രമാണ്. അതിനുള്ള അഡാപ്റ്റേഷൻസ് ആണ് അവർക്കുള്ളതെല്ലാം. പരുന്തുകൾ അത്തരത്തിലല്ല, പരുന്തുകൾ ഹണ്ടേഴ്സ് ആണ്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരുണ്ട്. ഇപ്പോൾ കാടിനുള്ളിൽ ഹണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ക്രസ്റ്റഡ് ഗോഷാക്ക് കൂടുതൽ കാടിനോട് ചേർന്ന് നിൽക്കുന്ന അത്തരത്തിലുള്ള ഹണ്ടേഴ്സ് ആണ്. ഇപ്പോൾ ഹരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ സാറും ഒരു സ്റ്റുഡൻറ്റും കൂടെ പഠിക്കുന്നത് ഹരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അവർ ഓപ്പൺ സാവന്നാസിലാണ് ഉണ്ടാവുക, കൂടുതലായിട്ടും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ വേണം. അപ്പോൾ അതിലൂടെ പറന്നു പോയിട്ട് കുറച്ചു നേരം നിന്ന് അവിടെയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഗ്രാസ് ഹോപ്പേഴ്സ് അല്ലെങ്കിൽ ചെറിയ എലികൾ, റെപ്റ്റൈൽസ്, ചെറിയ ബേർഡ്സ്, അത്തരത്തിലുള്ള ഇതിനെ പിടിച്ച് കഴിക്കാനുള്ള അഡാപ്റ്റേഷൻസ് ഉള്ള ഹണ്ടേഴ്സാണ്. വേറെ ചില ആളുകൾ ഇപ്പോൾ മൗണ്ടൻ ഹോക്കികൾ അല്ലെങ്കിൽ ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന് പറഞ്ഞ വലിയ പരുന്തുകളുണ്ട്. അവർ ഒരു പ്രാവശ്യം നമ്മൾ ഫീൽഡിൽ പോയ സമയത്ത് ഞാനും അജയനും നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു മാനിന്റെ കുട്ടി ഓടി വരികയാണ്. അപ്പൊ നമുക്കിത് എന്താണെന്ന് മനസ്സിലായില്ല. ഒരു മാൻകുട്ടി ഓടി വരികയാണ്. നോക്കുന്ന സമയത്ത് അതിന്റെ പുറകിൽ ഒരു ക്രസ്റ്റഡ് ഹോക്കികൾ അതിനെ ഓടിച്ചോണ്ട് വരിക. 10 ഹണ്ടറാണത്. മാന്റെ കുട്ടിയെ പറഞ്ഞിട്ട് തന്നെ ചേസ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ ഞാൻ ഒരു ദിവസം ഫീൽഡിൽ പോയ സമയത്ത്
ഒരു ലെപ്പേർഡ് ഒരു മാനിനെ കൊന്നിട്ടിരിക്കാം. അപ്പോൾ കാൽപ്പാടിൽ വെച്ച് നമുക്ക് മനസ്സിലായത് ലെപ്പേർഡാണെന്നുള്ളത്. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മൗണ്ടൻ ഹോക്കിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പരുന്തുണ്ട്. അതിൻ്റെ 2 കുട്ടികളും ഒരു തളയും വലിയ പറന്ന് കൂട്ടുന്ന പുറത്തിറങ്ങിയതാണ്. അവർ കഴിക്കുന്നുണ്ട് അത്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് പറന്ന് മേലോട്ട് പോയിരുന്നു. അപ്പോൾ ബേസിക്കലി ഒരു ഹണ്ടറാണ്, പക്ഷെ ഇത്തരത്തിലുള്ള ചില ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉപയോഗിക്കും. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ സ്റ്റെപ്പി ഈഗിൾസ് എന്നൊക്കെ പറയുന്ന ഈഗിൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കഴുകൻ്റെ ഒക്കെ തന്നെ വലുപ്പമുണ്ട്. അവരും ഇത്തരത്തിലുള്ള കാർക്കസുകൾ കഴിക്കുകയും വലിയ വേസ്റ്റ് ഡംസിലൊക്കെ വന്നിരിക്കും, ഒപ്പം തന്നെ ഹണ്ട് ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള പരുന്തുകൾ. പക്ഷെ ബേസിക്കലി അവരുടെ അഡാപ്റ്റേഷൻസ് എല്ലാം ഒരു ഹണ്ടേഴ്സിന് വേണ്ട അഡാപ്റ്റേഷൻസ് ആണ് പരുന്തുകൾക്ക് പൊതുവായിട്ടുള്ളത്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ചെറിയ ജീവികളെ കഴിക്കുന്നവരുണ്ട്, ഈ ഗ്രാസ് ഹോപ്പേഴ്സിനെയൊക്കെ പോലുള്ള ജീവികളെ കഴിക്കുന്നവരുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ കാർക്കസ് ഉണ്ട് എങ്കിൽ ഓപ്പർച്യൂണിസ്റ്റിക്കലി കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കാനുള്ള അത്രയും വലുപ്പ വ്യത്യാസവും വൈവിധ്യവും ഒക്കെ ഉള്ള പരുന്തുകളുണ്ട്. ഇവര് തമ്മിൽ കൂട്ടാണോ? കഴുകന്മാരും പരുന്തുകളും തമ്മിൽ കൂട്ടാണോ? സ്പോട്ട് ബെലിഡ് ഈഗിള് പോലെയുള്ള ഈഗിളുകള് ചില സമയത്ത് കഴുകന്മാര് ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ വന്നിരുന്നിട്ട് കഴിക്കുന്ന കാണാറുണ്ട്. മൈഗ്രേറ്ററി ആയിട്ടുള്ള ഈഗിളാണ്, പക്ഷെ അവര് വരുന്ന സമയത്ത് ചില വലിയ കൂട്ടം കഴുകന്മാരുടെ കൂടെ ഇരുന്നിട്ട് അവരും മൃതദേഹങ്ങൾ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി കാലിഫോർണിയൻ കൊണ്ടൂരില്ലേ, കൊണ്ടൂരിന്റെ വംശനാശത്തിലല്ല അവരെ ഈ ഗോൾഡൻ ഈഗിളുകൾ അവരെ ആക്രമിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗോൾഡൻ ഈഗിൾ ഇവരെ ആക്രമിക്കുന്നു. അപ്പം കൂട്ടെന്നുള്ള അർത്ഥത്തിലില്ല. പിന്നെ ആളുകൾക്ക് പരുന്തുകൾ പല ആളുകൾക്ക് ഭയങ്കര ഇത്ര വളരെ കുറച്ച് ഉള്ളതുണ്ട്. ഇപ്പം കേരളത്തിൽ കടുവകളേക്കാൾ എണ്ണം കുറവുള്ള പരുന്തിനങ്ങളുണ്ട്. അപ്പോൾ അതിനെ കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അതറിയാവുന്നവർക്ക് ഒരു പരുന്തിനെ കണ്ട ഒരു പരുന്താണെന്നല്ല വിചാരിക്കും, അത് ഇതാണല്ലോ. അപ്പം നമ്മുടെ ഇവിടെ മലയുടെ മുകളിൽ അത് ഈ പരുന്തല്ല, ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് ഷഹീൻ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള പരുന്തുകളുണ്ട്. 2 പരുന്തുകൾ, ഒരു ജോഡിയുണ്ട് അവിടെ. അപ്പോൾ ഈ മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബ്രീഡിങ് സീസണാണ്. അത് ഭൂമിയിലെ ഏറ്റവും വേഗതയുള്ള പക്ഷിയല്ല, ഏറ്റവും വേഗതയുള്ള ജീവിയാണ്. ഏറ്റവും വേഗതയുള്ള ചലനം എന്ന് പറഞ്ഞാൽ നിധിയരെ പിടിക്കാനുള്ള കുതിപ്പാണ് ഏറ്റവും വേഗതയുള്ള. അപ്പം നമ്മൾ ഇവിടെ പോകുന്ന സമയത്ത് അതിൻ്റെ ബ്രീഡിങ് സമയം പ്രണയകാലം ഭയങ്കര. അപ്പം നമുക്കിത് കണ്ടില്ല, ഇതിൻ്റെ പ്രണയത്തിന് ഇത്ര വേഗതയും നമുക്ക് സംശയമില്ല. അത്രയും അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര രസമാണ്. പരുന്തുകളെ ആളുകൾക്ക് ഭയങ്കര ആരാധനയാണ്. ഇതിനൊക്കെ നോക്കുന്ന ആളുകൾക്ക് പരുന്തുകൾ എന്ന് വെച്ചാൽ ഭയങ്കര ആരാധനയാണ്. ഒരു സൗന്ദര്യത്തിന്റെ വശത്തിൽ പരുന്തുകൾക്ക് കൊടുക്കുന്ന സ്ഥാനമല്ല കഴുകന്നെ ആളുകൾ വേറൊരു കണ്ണിലൂടെ കാണുന്നത്. എപ്പോൾ നോക്കിയാലും പിന്നെ ചീഞ്ഞു പോയ ശവത്തിന്റെ മുകളിൽ ഇരിക്കുന്നു, കാണാൻ ഭംഗിയില്ല, മുട്ടത്തല, കുറച്ച് ഇത് അവിടെ ഇവിടെയൊക്കെ ചോരയും ഇതൊക്കെ പറ്റിയിരിക്കുന്നു. അപ്പൊ ഈ കാഴ്ചയിലാണ് ആളുകൾക്ക് ഇതിനോടുള്ള ഇത്. അപ്പൊ എല്ലാ സംഗതി ഇപ്പൊ കഴുകൻ പിച്ച് ചീന്തിയ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഇല്ലേ, കഴുകനൊന്നും ചെയ്യില്ല, വെറും പാവമായിട്ടുള്ള ജീവിയാണ്, ഏറ്റവും പാവമായിട്ടുള്ള ഒന്നിനെ ആക്രമിക്കാത്ത. അപ്പൊ ഈ ഇങ്ങനത്തെ രൂപം മനുഷ്യന്റെ ഒരു സംഗതിന് നമ്മളൊരു ഇത് മൂല്യം കൊടുക്കുന്നത് നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിൽ നിന്നാണല്ലോ. ആ സങ്കല്പം വെച്ചിട്ട് നമ്മൾ കഴുകനൊരു മൂല്യം കൊടുത്തിട്ടില്ല. പക്ഷെ അത് ചെയ്യുന്ന ധർമ്മം എന്നുള്ള അർത്ഥത്തിലല്ല അതിന് കൊടുക്കുന്നത്. നമ്മളുടെ കാഴ്ച മനുഷ്യന്റെ ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഒന്നിനെ മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ പല ഇതൊക്കെ ഇപ്പൊ സിംബ എന്ന് പറഞ്ഞ സിനിമയില് വില്ലന്മാരായിട്ട് വരുന്നത് ഹൈനകളാണല്ലോ. ഹൈനകൾ എന്തിനാ വില്ലനാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഹൈനക്ക് അത്ര സൗന്ദര്യം പോരാ. അപ്പൊ അതുകൊണ്ട് അവർ വില്ലനായിക്കോട്ടെ മനുഷ്യന്മാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എവിടെയോ ജാതീയത എന്നല്ല പറയണ്ടേ, അതിന് സമാനമായിട്ടുള്ള എന്തോ ഒരു സംഗതി നമ്മുടെ ഉള്ളിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ കഴുകൻ ഇത്ര മോശപ്പെട്ട ജീവിയാണെന്നും അതുകൊണ്ട് തന്നെ കഴുകൻ ഇല്ലാതെയായി പോയിട്ടും അത്രത്തോളം തീർന്നു പോയിട്ടും അറിഞ്ഞില്ല അറിഞ്ഞില്ല. അപ്പോൾ അവസാനത്തെ സമയത്ത് മൈൻഡ് ചെയ്തില്ല, കഴുകനാണല്ലോ എന്നുള്ളത് എണ്ണുമില്ലായിരുന്നല്ലോ. ഇപ്പൊ പക്ഷി നിരീക്ഷകർ എണ്ണുമില്ല ഇത്ര കഴുകനുണ്ടെന്നുള്ളത് എണ്ണുമില്ലായിരുന്നു. അപ്പോൾ സർവേ നടത്തുമ്പോഴൊക്കെ കോമൺ ആയിട്ടുള്ള പക്ഷികളെ അങ്ങനെ ശ്രദ്ധിക്കില്ല, ഏറ്റവും കോമൺ ആയിട്ടുള്ളതിന്. അപ്പോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ പുരാതന ഗ്രീക്കില് കഴുകനെ യഥാർത്ഥത്തിൽ ജ്ഞാനത്തിന്റെയും മാതൃത്വത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് ആരാധിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളിപ്പം നമ്മുടെ കവിഭാവനകളിലും സൗന്ദര്യ സങ്കല്പങ്ങളിലൊക്കെ മൃഗീയമായി കഴുകൻ കണ്ണുകളോട് പിന്നാലെ നടക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ചിത്രീകരിക്കുമ്പോഴും ദുഷ്ടശക്തിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ പുരാതന ഗ്രീക്കില് അവരുടെ ജ്ഞാനത്തിന്റെ മാതൃത്വത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് കൊണ്ട് നടന്നിരുന്നത് കഴുകനെയായിരുന്നു യഥാർത്ഥത്തിൽ. ഈജിപ്ഷ്യൻ അവരുടെ വളരെ പ്രധാനപ്പെട്ടതാ. അവരുടെ കൾച്ചറൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടും കൂടെ ആയിരിക്കാം. ഇപ്പൊ ഇവിടെ കഴുകന്മാരില്ലല്ലോ, അജൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ.
നമ്മൾ കാണുന്നില്ല. ഇവരെന്ത് അതുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു കൾച്ചറൽ ഇതിലൊന്നും കഴുകൻ ഇല്ലാത്തത്. രാമായണത്തിലൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ട്. നമുക്ക് രാമായണത്തില് സമ്പാദിയായിട്ടും ജഡായു ഒക്കെ ആയിട്ടും നമ്മൾ കഴുകനെ ഉപയോഗിക്കുകയും രാവണ യുദ്ധം നടന്ന സമയത്ത് നമ്മള് ജഡായു ആയിട്ടുള്ള ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തില് ജഡായുവില് വലിയൊരു പ്രതിമ നമ്മൾ ഉണ്ടാക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ്, പക്ഷി പ്രതിമയാണ് യഥാർത്ഥത്തിൽ ജഡായുവിലുള്ള പ്രതിമ, ജഡായു പാറയിലുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു പരുന്തിന്റെ രൂപമാണുള്ളത്. ജഡായു എന്ന് പറയുന്നത് കഴുകനെയാണ് ചിത്രീകരിച്ചിരുന്നത്. സീതയെ തട്ടിക്കൊണ്ടുപോയിരുന്ന സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകന്റെ കാഴ്ച ശക്തിയൊക്കെ വിവരിക്കുന്ന ഭാഗങ്ങൾ അതിലുണ്ട്. പക്ഷെ അതൊക്കെ വെച്ചിട്ടും സമ്പാദിയും ജഡായുവും തമ്മിൽ മത്സര പറക്കൽ നടന്നിട്ട് സൂര്യനോടൊപ്പം ഉയരത്തിൽ പറക്കുകയും ചിറക് കരിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതൊക്കെ ശരിക്കും വർണ്ണിക്കുന്നത് കഴുകനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പക്ഷെ പരുന്ത് പറക്കില്ല അല്ലേ? ഇല്ല. പക്ഷെ അതിനെ നമ്മൾ ചിത്രീകരിച്ചൊരു പ്രതിമ അതൊരു പരുന്തിന്റെ രൂപമായി അധികം. ശരിക്കും പരുന്ത് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പരുന്തിനോട് അതിന് കുറെ രൂപസാദൃശ്യമുണ്ട്. നഖങ്ങളൊക്കെ അത്രയും വളഞ്ഞിട്ടുള്ള നഖങ്ങൾ. ഈ പരുന്തിന്റെ കഴുകിന്റെ ഒക്കെ ചിത്രങ്ങൾ കാണുമ്പോഴേ അതിന്റെ തൂവലുകളില് ഭയങ്കര അടുക്കി വെച്ചിട്ടുള്ള അല്ലേ? അങ്ങനെയല്ലേ? വലിയ തൂവലുകളാണ്. ചിറകിന്റെ ഒക്കെ തൂവലുകൾ എന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ള തൂവലുകളാണ് കഴുകന്റെ. നല്ല ഉറപ്പുണ്ട്. ഈ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. പണ്ട് ഈ ഇവിടെ കുറിച്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അമ്പുണ്ടാക്കുമല്ലോ, അമ്പിന്റെ പുറകിൽ ഈ തൂവൽ വെക്കും. തൂവൽ വെക്കുന്നതിന് അതിന് കഴുകന്റെ തൂവലാണ് ഏറ്റവും നല്ലത്. പണ്ട് കിട്ടുകയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഴുകന്റെ തൂവൽ വെച്ചിട്ടുള്ള അമ്പുകൾ ഉണ്ടാക്കായിരുന്നു. ഇപ്പൊ കോഴീന്റെ ഒക്കെ തൂവല വെക്കല് ഉണ്ടാക്കുന്നതിന്. മറ്റത് കിട്ടാനില്ലല്ലോ. പരുന്തിനൊക്കെ കിട്ടുന്ന അവർ ഉപയോഗിക്കും. പരുന്തിന്റെ തൂവലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ഉറപ്പും ഉണ്ടാവും, കൂടുതൽ ഈട് കുറച്ചും കൂടി ഷാർപ്പായിരിക്കും അതിനൊക്കെ. അങ്ങനെ നല്ല വീതിയുള്ള തൂവൽ, നല്ല ഉറപ്പുള്ള തൂവലായിരിക്കും. അതിന്റെ എല്ലാം ഉപയോഗിച്ചിട്ടും ഈ മ്യൂസിക്കൽ അത് പണ്ട് കണ്ടെത്തിയ അങ്ങനെ ഒരു ചിത്രം കണ്ട് ഓടക്കുഴൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മനുഷ്യന്മാരുടെ ഒരു സമീപനം ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലത്തെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള ആ ഒരു സമീപനം, അത് പൊതുവേ വന്യമൃഗങ്ങളോടും ഒക്കെ ഉള്ളൊരു സംഗതിയായിട്ട് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി മാൻ സെൻട്രിക് ആയിട്ടുള്ള ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് വരുമ്പോഴേ എങ്ങനെ മാറ്റാന്നുള്ള ചോദ്യമൊക്കെ വിട്ടിത്താന്ന് എനിക്കറിയാം. എന്നാലും ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടതേ ഈ ഫുഡ് ചെയിൻ്റെ ഒരു ഹെൽത്ത് ഒക്കെ എങ്ങനെയൊക്കെയാണ് സാധ്യമാവുക? എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടല്ലോ നിലവില് പ്രകൃതിയിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം. അതായത് എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ സിസ്റ്റം നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് കാലത്തിന് അതിജീവിക്കാനുള്ള കഴിവില്ല ഇതിന്. അത് കുറവാ. പ്രകൃതിയിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കാട് എന്ന് വെച്ചാൽ കാട് നശിച്ചു പോകുന്നതിനെ കുറിച്ച് വ്യാകുലത പറയുമ്പോഴും എല്ലാം നശിച്ചു പോയിട്ട് അവസാനം ഫൈനലി അതിൻ്റെ മുകളിൽ കാട് വളർന്നു വരും. അതിന് സ്വയം നിലനിൽക്കാനുള്ള കരുത്ത് ഉള്ളതാണ്. സ്വയം എത്ര നീണ്ട കാലത്തേക്ക്. ഇപ്പം ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാട് നശിച്ചു പോകുന്നതിനെ കുറിച്ച്, ഇത് നശിച്ചു പോയിക്കുന്നതിന് പതുക്കെ മനുഷ്യൻ്റെ ഇതും നശിച്ചു പോയി, ഈ മനുഷ്യനും ഇല്ലാതെ ആയിപ്പോയി കഴിഞ്ഞ് വിചാരിച്ചോ, പിന്നെ അതിന് മുകളിൽ കാടാ ഉള്ളത് ബാക്കിയുള്ളത്. അപ്പോൾ ഫൈനലി എല്ലാത്തിൻ്റെ മുകളിൽ വളർന്നു വരാനുള്ളത് കാടാ. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഇത് കാലത്തിനെ അതിജീവിച്ച് നിലനിൽക്കാനുള്ള കരുത്ത് അതിനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏതോ അരിയിൽ നിന്ന് അതിനെ ഇല്ലാതാക്കുന്ന സമയത്ത് ഇല്ലാതായി പോകുന്നത് ഈ സിസ്റ്റം തകർന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്കും ഉണ്ടായേക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ആത്യന്തികമായിട്ട് നിലനിൽക്കുന്ന ഒരു സിസ്റ്റം അതാണ്. അപ്പോൾ നമ്മളത് സംരക്ഷിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാടിനെ സംരക്ഷിക്കുന്ന നമ്മളൊരു ഔദാര്യം അതിന് കൊടുക്കുകയല്ല. യഥാർത്ഥത്തിൽ നിലനിൽക്കേണ്ട ഒരു സംഗതി, നീണ്ട കാലത്തെ അതിജീവിച്ച് നിലനിൽക്കാൻ ഉള്ള സംഗതിനുള്ള ഒരു അംഗീകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ഇത് ചിലപ്പോൾ ഇല്ലാതായി പോയേക്കാം. നമ്മളുടെ മനുഷ്യൻ്റെ ഇതിന് ഇത്രയല്ല പഴക്കമുള്ളൂ. മനുഷ്യന് ഇത്ര പഴക്കമുള്ളൂ. നമ്മൾ ഈ സംസ്കാരം ഇതൊക്കെ തുടങ്ങിയിട്ട് അതിന് ഇത്ര കാലത്തെ പഴക്കമേ ഉള്ളൂ. ഏറ്റവും പഴയ കാർഷിക സംസ്കാരങ്ങൾ പലതും മരുഭൂമിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എത്ര കാലം അവർ കൃഷി ചെയ്തു? പിന്നെ ഫിറുഡാനും തിമിറ്റൊന്നും ഉപയോഗിക്കാത്ത മനുഷ്യന്മാരുടെ പോലും കാർഷിക ഇത് 14,000 കൊല്ലം കൊണ്ട് ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അതിനിത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇത് അത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. നിലനിൽക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, അറിയില്ല. എങ്കിലും നമുക്കറിയാം ഇത് ഇത്ര പഴക്കമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സൈലന്റ് വാലിയിലെ കാടുകളുടെ പരിണാമത്തിന്റെ പാരമ്പര്യം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളാണ്. അതിനൊരു കരുത്തുണ്ട്. ഇത്രയും കാലം നിലനിൽക്കാനുള്ള ഒരു കരുത്തുണ്ട്. നമുക്ക് അതിനോട് മതിപ്പില്ലാത്തതുകൊണ്ട് നമ്മളൊരു JCB വെച്ചിട്ട് അതിനെ മാന്തി കളയും. പക്ഷെ അത് അത്രയും കാലം പഴക്കമുള്ളതാണെന്ന് അതറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. അതിനെ നമ്മൾ വികസനം എന്ന് പറയുന്നത്. അപ്പം അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇതിന് നിലനിൽക്കാനുള്ള കരുത്തുണ്ട് എന്നതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കരുത്ത് കൊണ്ട് തന്നെ അത് തിരിച്ചു വരും.
ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാം തകർത്ത് കളഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചു വരും. അതൊരു പ്രതീക്ഷയാണ്. നീണ്ട കാലം നിലനിൽക്കാനുള്ള കരുത്തും. അപ്പൊ കാടിന് ആ ഒരു ശക്തിയുണ്ട്. എല്ലാത്തിന്റെ മുകളിൽ വളർന്നു വരാനുള്ള ഒരു ശക്തി കാടിനുണ്ട്. ഈ ഒരു കഴുകന്മാരെ കുറിച്ച് പഠിക്കാനേ കാരണം എന്താ? അത് കഴുകന്മാരുടെ നിരീക്ഷണമാണോ അതിലേക്ക് നടത്തിയത്, അതോ അതിനെ പറ്റിയുള്ള വായനയാണോ? എന്താണ് കഴുകന്മാർ എന്നുള്ളതിലേക്ക് പഠനവും പുസ്തകത്തിലേക്ക് ഒരു പുസ്തകം ഇറങ്ങാൻ പോവാണല്ലോ, കഴുകന്മാരുടെ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് എഴുതിയ ഒരു പുസ്തകം വരാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പഠനത്തിലേക്ക് വന്നത്? ഒരുമിച്ച് കാടുകളിലേക്കുള്ള യാത്രകൾ ഒരുപാട് നടത്തുന്ന ഒരു കൂട്ടമാണ്. ഒരുമിച്ച് ഒരു ലാൻഡ്സ്കേപ്പില് കാടിനെ കുറിച്ചും പക്ഷികളെ കുറിച്ചും ആനയെ കുറിച്ചും കടുവയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന കൂട്ടം. 3 പേരും വയനാട്ടിൽ നിന്ന് തന്നെയാണ്. 3 പേരും എപ്പോഴും കാണുന്ന കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. എപ്പോഴും ചർച്ചയായിട്ട് വരുന്നതും കാടും വന്യജീവികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുടെ കൂടി ഭാഗമാണ്. എല്ലാ ജീവികളെയും അതിന്റെ കൗതുകത്തോടു കൂടിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ആശയത്തിൽ നിന്നാണ് അനൂപാണ് യഥാർത്ഥത്തിൽ നമ്മൾ വനംവകുപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആർട്ടിക്കിൾ എന്നുള്ള രീതിയിലാണ്, പുസ്തകം എന്നുള്ള രീതിയിൽ അത് ആലോചിച്ചത്. പിന്നീട് അത് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത്തരത്തിലൊരു പുസ്തകം മലയാളത്തിൽ എവിടെയും ലഭ്യമല്ല. നമുക്ക് കഴുകന്മാരെ കുറിച്ച് നമുക്ക് മലയാളത്തിൽ എവിടെയും ലഭ്യമല്ല അത്തരത്തിലുള്ള ഒരു പുസ്തകം ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട്. നമ്മൾ വയനാട്ടിലുള്ള കഴുകന്മാരെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ലോകത്ത് മുഴുവനുള്ള കഴുകന്മാരെയും അവരുടെ എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം, എക്കോളജിക്കലി അതിന്റെ പ്രാധാന്യം, എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്, എങ്ങനെ അത് വംശനാശത്തിന്റെ വക്കിൽ എത്തി, അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള എല്ലാ കാര്യങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം എന്നുള്ള രീതിയിലേക്ക് 3 പേരും കൂടിയിട്ട് ചേർന്നിട്ട് വിപുലപ്പെടുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പലപ്പോഴായിട്ടും പല ചർച്ചകളിലൂടെ കടന്നുപോയി പല ഭാഗങ്ങളും പലരും എഴുതി, പിന്നീട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതിനെ ചേർത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടാണ് കഴുകന്മാരുടെ കഥ എന്നുള്ള രീതിയിലൊരു പുസ്തകം പുറത്തേക്ക് വരുന്നത്. വനയാത്രകൾ നമ്മൾ ചെയ്തിരുന്നു എന്ന് പറയുന്നത്, സ്ഥിരമായിട്ട് വനയാത്രകൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും അധികം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പക്ഷി നിരീക്ഷണമാണ്. അതിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ കഴുകന്മാരോ അല്ലെങ്കിൽ പരുന്തുകളോ ഒക്കെ ആണെങ്കിൽ ഒരു വേറൊരു തരത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. എന്നുവെച്ചാൽ റെയറാണ്, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അത് ചില സ്പീഷീസുകളെ കാണി ചില സ്ഥലങ്ങളിൽ തന്നെ പോകണം. അപ്പോൾ നമ്മൾ വയനാട്ടുകാരായതുകൊണ്ട് ഇപ്പം നമുക്ക് കഴുകന്മാരെ കാണണമെങ്കിൽ കിഴക്കൻ കാടുകളിൽ പോവാം. അതല്ല ഇപ്പോൾ ഒരു ബ്ലാക്ക് ഈഗിള് ഒരു രസകരമായ കാഴ്ച പറയാം. അപ്പോൾ നമ്മൾ ബ്രഹ്മഗിരി മലയുടെ മുകളിൽ കയറിയിട്ട് നമ്മൾ മേലെ കയറി കഴിഞ്ഞാൽ, പുൽമേട് മേലെ കയറി കഴിഞ്ഞാൽ കാടിന്റെ കെനോപ്പി നമ്മുടെ താഴെയാവും. പിന്നെ പച്ച കെനോപ്പി നമ്മുടെ താഴെയാ. ഒരു മോയാർ ഗോർജിൽ പോയി കഴിഞ്ഞാൽ ആ ക്ലിഫിന് മേലെ നിന്നാൽ കാട് താഴെയായി ഈ പറഞ്ഞ പോലെ. അപ്പോൾ ചില സമയങ്ങളിൽ കാട്ടിൽ കടുവ പോലെ, ഇലവഴിയും കാട്ടിലെ കടുവ പോലെ ചില വാലികളിൽ നിന്ന് ഇപ്പോൾ ബ്ലാക്ക് ഈഗിൾ എന്ന് പറഞ്ഞൊരു പരുന്നുണ്ട്. ഭയങ്കര വലുപ്പമാണ്, കറുത്ത നിറാണ്, മഞ്ഞക്കൊക്കും കാലുകളൊക്കെ ആയിട്ട്. അത് പിന്നെ കെനോപ്പിയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകും. അപ്പോൾ ആ സമയത്ത് കെനോപ്പിയിലുള്ള എല്ലാ ജീവികളും കൂടെ ഒച്ചപ്പാടുണ്ടാക്കും. ഒരു പ്രിഡേറ്റർ ആണല്ലോ വരുന്നത്. അത് നമുക്ക് കാഴ്ചയും ഒരു അനുഭൂതിയാണ്. അത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ ഈ വയനാടിന്റെ കിഴക്കുള്ള കാടുകളിലെ യാത്രകളിൽ ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് കഴുകന്മാര്. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അതായത് നമ്മുടെ കാടുകളിൽ കഴുകന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ നാട്ടില്? വളരെ കുറച്ച് പേരായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ കാടുകളിൽ ഒരു കൂടും വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ശരിക്കും ഇതിനെയൊക്കെ നിലനിൽക്കണം എങ്കിൽ നമുക്ക് അതിനോട് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യാം എന്നുള്ളൊരു ആലോചനയിലാണ് നമ്മൾ വിചാരിച്ചത്. ഓക്കെ, നമ്മൾ കുട്ടികളെയാണ് പ്രധാനമായിട്ട് മുൻപിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളെ ഇത് അവെയർ ചെയ്യുക. നമ്മുടെ കാട്ടിൽ ഇത് കഴുകന്മാരുണ്ട്, അവരുടെ ഒരു ഇക്കോളജി ഇങ്ങനെയാണ്, അവർ അതീവ നിലനിൽപ്പിന് വല്ലാത്ത രീതിയിലുള്ള ഭീഷണി നേരിടുന്ന പക്ഷികളാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് ഒരു പുസ്തകം എഴുതണം എന്നും, അത് ഈ പുസ്തകം ഈ പ്രകൃതിയെ കണക്ട് ചെയ്യാൻ ഒരു വഴി വേണമല്ലോ. ചിലർ പക്ഷി നിരീക്ഷണത്തിലോ തുടങ്ങാം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, മേ ബി ചില ആളുകളെങ്കിലും ഇത് വായിക്കുന്ന സമയത്ത് അവർക്ക് പ്രകൃതിയിലേക്കുള്ള ഒരു കണക്ട് ഈ പുസ്തകം മാറും എന്നുള്ളതും കൂടെ ആലോചിച്ചിരുന്നു പുസ്തകം എഴുതുന്ന സമയത്ത്. പിന്നെ അധികം ശ്രദ്ധിക്കാത്തൊരു ജീവിയാണല്ലോ, ആർക്കും അറിയില്ല. ആർക്കും അറിയില്ലാത്ത, പിന്നെ ആർക്കും അത്ര ആരും ഒരു വലിയ വില കൊടുക്കാത്ത നമ്മുടെ കൾച്ചറിലും ചില കൾച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ജീവിനെ കുറിച്ചും ആയി നമ്മൾ എഴുതിയത്.